ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ലൊരു നാടൻ റെസിപ്പിയാണ് കേട്ടോ. അത് നമ്മൾ അരി അരച്ച ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണമൊന്നുമില്ല. ഇതുണ്ട്, ഒഴിച്ച ഉടനെ തന്നെ നല്ല ഗുണ്ട് മണി പോലെ പൊന്തി വരുന്ന നല്ലൊരു നാടൻ നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അത് ആരെങ്കിലും പെട്ടെന്ന് വിരുന്നുകാർ വരുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ പറയും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോയത് കേട്ടോ. ഞാനൊന്ന് പൊളിച്ച് തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ നോക്കുമ്പോൾ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതിനിതാ ഞാൻ 250 ml കപ്പിന് 2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഒന്ന് കുതിരണം. അപ്പോൾ ഞാനവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഞാൻ റേഷൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊരു 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനത് ഒന്നും കൂടി കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി ഞാനൊരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് കിട്ടണം നമുക്ക്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി ഞാൻ മിക്സിൻ്റെ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ഇതിലാകുമ്പോൾ ഒരു പ്രാവശ്യം കൊണ്ട് അരച്ചെടുക്കും. നിങ്ങൾ ചെറിയ ജാറൊക്കെ എടുക്കണമെന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യമായിട്ടൊക്കെ അരച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ അരി ഇട്ടതിന് ശേഷം നമ്മൾ അരി എടുത്ത അതേ കപ്പിന് തന്നെ ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം കൂടി പോകരുത്. എന്നിട്ട് നല്ല ഒരു ചെറിയൊരു തരിയോട് കൂടിയിട്ട് നമ്മൾക്കിതൊന്ന് അരച്ചെടുക്കുക. ഒരുപാട് തരിയും ആകരുത്, ഒരുപാട് നൈസും ആകരുത് കേട്ടോ. ചിലപ്പോൾ നെയ്യപ്പം ചുട്ടിട്ടുണ്ടെങ്കിൽ ചുടുന്ന സമയത്ത് നല്ലവണ്ണം പൊന്തി വരും. പക്ഷേ അത് കുറച്ച് നേരം കഴിഞ്ഞാൽ അത് തന്നെ ചുങ്ങിപ്പോകും. അപ്പോൾ അതങ്ങനെ ചുങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു തരിയോട് കൂടി അരക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മാവടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വെല്ലപ്പാവ് ഒന്ന് ഉണ്ടാക്കാം. അതിന് 200 ഇപ്പം ഞാൻ ഈ പറയുന്ന 2 കപ്പ് അരിക്കുള്ള അളവാണ് പറയുന്നത്. 250 ഗ്രാം വെല്ലം എടുത്തിട്ട് ഒരു 1/4 കപ്പ് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒന്ന് ഉരുക്കിയെടുത്താൽ മതി. ഒരു നൂൽ പരുവാകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ വെല്ലം ഉരിക്കുമ്പോൾ എപ്പോഴും ഉരുക്കിയതിന് ശേഷം അരിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യട്ടെ, ചൂടാറിയതിന് ശേഷം. പിന്നെ അത് അവിടെ ഉരുകട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ അരച്ച് വെച്ച മാവിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഒരു 2-3 ഏലക്കായൻ്റെ കുരു പൊടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളിട്ട ഉപ്പ് മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കിട്ടണം. അപ്പോൾ മാവ് ഇളക്കുമ്പോൾ കാണുന്നില്ല നിങ്ങൾ, ഇതേപോലെ വേണം കേട്ടോ. ഇതിലും കൂടി കുറച്ചുകൂടി കട്ടിയിലായാലും കുഴപ്പമില്ല. മാവ് ഒരുപാട് ലൂസായി പോകരുത് മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ. ഇപ്പോൾ അത് വെല്ലമൊക്കെ നല്ലപോലെ ഉരുക്കിയിട്ടുണ്ട്. അതിന് ഞാൻ നമ്മൾ അരിയെടുത്ത് അതേ കപ്പിന് 1 കപ്പ് വെല്ലപ്പാവാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ വെല്ലപ്പാവ് ഒരു മീഡിയം മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെല്ലപ്പാവ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ വെല്ലപ്പാവ് ചൂടോട് കൂടി ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. ഞാനൊരു വിസ്ക് വെച്ചിട്ടാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ കട്ടല്ലാണ്ട് പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് സോഡാപ്പൊടിയോ അല്ലെങ്കിൽ പഴമൊന്നും ചേർക്കണില്ലല്ലോ. അപ്പോൾ നമ്മുടെ നെയ്യപ്പം നല്ലൊരു സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് ഒന്നുമില്ല ആട്ടമാവ് അല്ലെങ്കിൽ മൈദ മാവ് കേട്ടോ. ഏതെങ്കിലും ഒന്ന് ചേർത്തി കൊടുക്കുക. 1 കപ്പ് മാവാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ വെല്ലപ്പാവ് മധുരം പോരാണ്ട് വെല്ലപ്പാവ് കൂടുതൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് കുറച്ചുകൂടി കൂട്ടിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ മാവ് ഒരുപാട് വെള്ളം പോലെ പാടില്ല. വെള്ളം പോലെ ഉണ്ട് പറഞ്ഞാൽ എണ്ണ കുടിക്കും. അതുപോലെ ഒരുപാട് കട്ടിയാകാനും പാടില്ല. കട്ടി പോലെ ഉണ്ട് പറഞ്ഞാൽ നെയ്യപ്പം ഹാർഡായി കിട്ടും. അപ്പോൾ അത് മാവ് കറക്റ്റ് പരുവത്തിൽ ഞാനിത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാവൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. മാവിൻ്റെ പരുവെന്ന് പറയണത് ഇതാ, കരണ്ടിൻ്റെ ബാക്ക് ഭാഗം കാണുമ്പോൾ അറിയുന്നില്ല. നമ്മളിങ്ങനെ വടിച്ചെടുക്കുമ്പോൾ 2 ഭാഗം കൂടെ പെട്ടെന്ന് കൂടി വരാൻ പാടില്ല. അതാണ് മാവിൻ്റെ പരുവം. ഇനിയിപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇതിലേക്ക് ഒരു വറവ് ഇടണം കേട്ടോ. അതിന് വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് വേണ്ട, കടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്താലും മതി. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് കരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്തും കരിഞ്ജീരകമൊന്നും നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. ഇത് നെയ്യിൽ കിടന്ന് മൊരിയുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും ഫ്ലേവറുമാണ്. ഒരുപാട് മൊരിഞ്ഞ് പോകരുത്. ഒന്ന് സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് വേണം. അപ്പോഴാണ് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ. മൊരിഞ്ഞാൽ ഒരുപാട് കടുകടയാനുണ്ടാവുള്ളൂ.
അപ്പോൾ അത് തേങ്ങാക്കൊത്തും കരിഞ്ചീരകം ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സായി കിട്ടുക കേട്ടോ. നമ്മുടെ നെയ്യപ്പം എല്ലാ നെയ്യപ്പത്തിലും കിട്ടണം. അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ച് കിടക്കരുത്. അപ്പോൾ ആ മാവ് കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ലൂസായിട്ടും പോയിട്ടില്ല, ഒരുപാട് കട്ടിയായിട്ടും പോയിട്ടില്ല. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഞാൻ വെച്ചിരിക്കുന്നത് ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ. ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാൻ എനിക്ക് വേണ്ടി എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മാവ് ഒഴിച്ച് കൊടുത്താൽ പെട്ടെന്ന് അത് പൊന്തി വരും. ഇപ്പോഴൊക്കെ എണ്ണ ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് കേട്ടോ. പെട്ടെന്ന് പൊന്തി വന്നാൽ അത് നമ്മുടെ എണ്ണ കറക്റ്റ് വരുവാണ്. അതിനുശേഷം ഞാനത് കോരി മാറ്റിയിട്ട് ഒരു കയ്യിൽ മാവ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വലിയ വലിയ നെയ്യപ്പമാണ്. നിങ്ങൾക്ക് ചെറുത് മതി എന്നുണ്ടെങ്കിൽ പകുതിച്ച് ഒഴിച്ചാൽ മതി. ചെറിയ കരണ്ടിക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ നെയ്യപ്പം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നെയ്യപ്പം ഒഴിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിടുക. നെയ്യപ്പം ഒഴിച്ച് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് അത് 2 സെക്കൻഡ് കൊണ്ട് തന്നെ അത് പൊന്തി വരും. കണ്ടില്ലേ, പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലേക്ക് ഒന്ന് കുറച്ച് എണ്ണ തൂവി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഗോൾഡൻ കളറാവുന്നവരെ 2 സൈഡും ഗോൾഡൻ കളറാവുന്നവരെ പൊരിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടും കേട്ടോ. ഒരുപാട് നേരം ഇട്ട് കരിയിക്കരുത്. കാണുമ്പോൾ തന്നെ അറിയില്ല, നല്ല ഗുണ്ട് പോലെ ഉണ്ട്. ഈ മാവായിട്ട് നമ്മൾ ചുടുമ്പോൾ ഇത് കഴിയുന്ന വരെയുള്ള മാവേൽ ചുട്ടാലും ഇതേപോലെ തന്നെ ഗുണ്ട് പോലെ തന്നെ വരണം കേട്ടോ. നല്ല സോഫ്റ്റും ആരെടുത്ത് പുറമൊക്കെ നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് കിടിലൻ നെയ്യപ്പം തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ അളവോട് കൂടി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി. നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനും മറന്നു പോകരുത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് ഇനി ഒരാൾക്ക് ഇത് ഉണ്ടാക്കി നോക്കാമെന്നുള്ളൊരു തോന്നലുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇതിൻ്റെ മുമ്പിൽ നമ്മൾ ഒരുപാട് കുയ്യപ്പത്തിൻ്റെയും നെയ്യപ്പത്തിൻ്റെയും ഒക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. ചക്ക കൊണ്ടുള്ള ഉണ്ണിയപ്പം ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒരുപാട് കൂട്ടുകാർ കണ്ടിട്ട് ഷെയർ ചെയ്തിട്ടും ഒക്കെ നല്ല നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി, നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് കിട്ടിയെന്നൊക്കെ അറിയുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഏറ്റവും വലുത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ നെയ്യപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരെ കൊണ്ട് ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഫീൽഡിലൊക്കെ നിന്ന് പോകാൻ പറ്റുള്ളൂ. പ്രാവശ്യം പെരുന്നാൾക്ക് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഇനി അടുത്ത നല്ലൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരെ കൊണ്ടും ഓക്കെ. താങ്ക് യു. ബൈ. അസ്സലാമു അലൈക്കും.